ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വ്ലോഗ്സ്. ഞാൻ ശ്രീകല. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗ്രോട്രിയുടെ സ്പിൽ ഓവർ ഇൻകത്തിനെ പറ്റി പറയാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മൾ ഗ്രോട്രിയെ പറ്റി കണ്ടു, വിവരങ്ങളൊക്കെ അറിഞ്ഞു. ബേസ് എന്നാണ്, നമ്മുടെ ഇൻകം 14 ഇൻകം ഏതൊക്കെയാണ്, എല്ലാം ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തുവെന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മളല്ല, ഞാൻ. അതെല്ലാം പോയി കണ്ടിട്ട് എല്ലാവരും ഇട്ട വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുത്തതിന് താങ്ക്സ്. നമ്മൾ പ്ലാനുകളെ പറ്റി എല്ലാം നോക്കി, വർക്കിംഗ് പ്ലാന്, നോൺ വർക്കിംഗ് പ്ലാനായ പാസീവ്, സ്റ്റാർ പാസീവ്, സൂപ്പർ പാസീവ് പ്ലാൻ, ഈ 3 പ്ലാനുകളെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബേസിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽഡായിട്ട് പോകെ നമ്മൾ 14 ഇൻകത്തെ പറ്റി പറയുമ്പോൾ ഓരോ ഇൻകമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഡയറക്റ്റ് ഇൻകം കഴിഞ്ഞു. സെക്കൻഡ് ഇൻകം, ടീം ഇൻകം ഇന്നലെയല്ല, കഴിഞ്ഞ വീഡിയോയിൽ ടീം ഇൻകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ സ്പിൽ ഓവർ ഇൻകം. അപ്പം കാണാൻ പറ്റുന്നുണ്ടോ? നല്ല നീറ്റായിട്ട് ഇച്ചിരൂടെ. ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ ഇൻകത്തിൻ്റെ പേരാണ് സ്പിൽ ഓവർ ഇൻകം. സ്പിൽ ഓവർ ഇൻകം എന്ന് വെച്ചാൽ 3ാമത്തെ ഇൻകമാണ് സ്പിൽ ഓവർ. സ്പിൽ ഓവർ ഇൻകം എങ്ങനെ നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ അപ്ലൈനേഴ്സ് വർക്ക് ചെയ്താൽ നമുക്ക് വരുമാനം വരും. എല്ലാ ബിസിനസ്സിലും നമ്മുടെ താഴെയുള്ളവർ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വന്ന് അത് പിന്നെ ബേസിക്കായിട്ട് അങ്ങനെ അപ്പം 2 പേരെ ചേർത്ത് അവരൊരു ടീം സെറ്റ് ചെയ്ത് പോകെ ആ ടീമിൽ നിന്ന് നമുക്ക് വരുമാനം വരുന്നുണ്ട്. അവർ ചെയ്യുന്ന വർക്കനുസരിച്ച് ഓരോ വരുമാനങ്ങൾ അങ്ങനെ വരും. പക്ഷേ നമ്മുടെ മേലുള്ള നമ്മുടെ അപ്ലൈനേഴ്സ് വർക്ക് ചെയ്ത് നമുക്ക് വരുന്ന ഇൻകമാണ് സ്പിൽ ഓവർ ഇൻകം. ഈ സ്പിൽ ഓവർ ഇൻകം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിലും സ്പിൽ ഓവർ ഇൻകം ഇല്ല. നമ്മുടെ ഗ്രോട്രി അല്ലാതെ വേറൊരു ബിസിനസ്സിലും സ്പിൽ ഓവർ കൊടുക്കത്തില്ല. നമ്മൾ ഇപ്പോൾ നമുക്ക് മേലുള്ള ഒരാൾ വർക്ക് ചെയ്തിട്ട് നമുക്കൊരു ഇൻകം വരുമ്പോൾ ഓക്കെ, ഇത് വേണ്ടൂല, അങ്ങനെ ഒരു ഇൻകം വരാൻ സാധ്യതയില്ല. പക്ഷേ നമുക്ക് ഇതിൽ മാത്രം സ്പിൽ ഓവർ ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഇൻകം സ്പിൽ ഓവർ ആകുന്നത് എങ്ങനെയൊക്കെയാണ്, എത്ര ലെവലുണ്ട്, ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ പെർസെൻറ്റേജ്, പിന്നെ ഇതിൽ നമുക്ക് എന്ന ലാഭം വരും, നമുക്ക് എന്തോരം IDs ക്രിയേറ്റ് ആകും, നമുക്ക് എത്ര ഡോളർ വരും, വരുമാനം എന്തുവോ, കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് നോക്കാം. ഓക്കെ. സ്പിൽ ഓവർ ഇൻകത്തിന് നമുക്ക് ഡയറക്റ്റ് ഇൻകത്തിന് കൊടുക്കുന്ന കണക്ക് തന്നെ 30% ആണ് അലൗഡ് ചെയ്തേക്കുന്നത്. 30% നമുക്ക് വരുമാനം ഇതിൽ കിട്ടും. ഇതിന് എത്ര ലെവലുണ്ടെന്ന് വെച്ചാൽ 6 ലെവൽ. മറ്റേതിലെല്ലാം ടീം ഇൻകത്തിൽ 12 ലെവലുണ്ടായിരുന്നു. നമ്മൾ ഡയറക്റ്റിൽ ആരൊക്കെ ചേർക്കുന്നോ അത് ഡയറക്റ്റ്. ടീം ഇൻകം 12 ലെവൽ. ഇതിൽ സ്പിൽ ഓവർ 6 ലെവലാണ് കൊടുത്തേക്കുന്നത്. 6 ലെവലെന്ന് വെച്ചാൽ ഈ നമ്മുടെ വർക്കിംഗ് പ്ലാന് പാം ട്രീ, തേക്ക് ട്രീ, ബനിയൻ ട്രീ, ഓക്ക് ട്രീ, പീപ്പാൾ ട്രീ, ഓലിവ് ട്രീ, ഈ ഇത്രയും പാക്കേജ് ചേർന്ന് മൊത്തത്തിൽ $400 വരും. ഇതാണ് നമ്മുടെ സ്പിൽ ഓവർ ഇൻകത്തിൻ്റെ പ്ലാനും. അത് ഓരോന്നിനും പാം ട്രീ $10, തേക്ക് ട്രീ $15, ബനിയൻ ട്രീ 25, ഇത് 50, 100, 200 അങ്ങനെ ആണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ സ്പിൽ ഓവർ ഇൻകം ഇപ്പോൾ ഒരാൾ ഡയറക്റ്റായിട്ട് നമുക്ക് ചേർക്കുമ്പോൾ ഡയറക്റ്റ് ഇൻകം വരും. പ്ലസ് നമുക്ക് വരും ഡയറക്റ്റ് ഇൻകം $2.6 വരും. അതിൻ്റെ കൂടെ ചേർന്ന് ആ സെക്കൻഡിൽ തന്നെ ഇതിലെ 2.6 നമുക്ക് ഇൻകമായിട്ട് വരും. 2.6 എന്ന് വെച്ചാൽ 400 ചില്ലറ രൂപ. 400 എത്ര ആട്ടുന്ന് ഡയറക്റ്റ് 234 രൂപ. ഓക്കെ. അപ്പോൾ ഇത് 234, അത് 234 ചേർത്ത് 500 ചില്ലറ. അടുത്ത് നമുക്ക് കാശ് ഇതിനകത്ത് തന്നെ ഒരു പാം ട്രീയുടെ ഒരു ID പാം ട്രീയിൽ ഒരു ID എടുക്കുമ്പോൾ തന്നെ നമുക്ക് എത്രയും വരും. ഇത് സ്പിൽ ഓവർ ഇൻകത്തിൽ ഒരു മെമ്പറിനാണ് 2.6. ഓക്കെ. അപ്പോൾ ഇതിൽ ടീം 2 മാട്രിക്സിലാണ് ഇതിലെ കണക്ക് പോകുന്നത്. 2, 4, 8, 16, 32, 64 മെമ്പേഴ്സ്. ഇങ്ങനെ ഇതിൻ്റെ ലെവല് കംപ്ലീറ്റ് ആവുന്നത്. ഫസ്റ്റിൽ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് ഞാനെന്ന് വെച്ചോ. അപ്പോൾ എനിക്ക് താഴെ AB. ഇപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ലെവല്. ഓക്കെ, കാണാമോ?
ഇതിൻ്റെ ഫസ്റ്റ് ലെവൽ. അപ്പോൾ ഇനി മേലുള്ള ആര് വർക്ക് ചെയ്താലും താഴെയുള്ളവർ വർക്ക് ചെയ്താലും ഇതിൻ്റെ അടുത്തുള്ള ഈ എക്ക് 2 ലെവൽ വരുമല്ലോ, ആ ലെവലിലാണ് ആര് വർക്ക് ചെയ്താലും സ്പിൽ ഓവർ ഇൻകത്തിന് അർഹരായ ആൾക്കാർ വന്ന് ഇവിടാണ് ഇനി ഫില്ലാവുന്നത്. ഇവിടെ നിന്ന് ഇടത്തിൽ നിന്ന് വലതോട്ട്. ഇപ്പോൾ ഇവിടെ CD വരാം, EF വരാം. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ രണ്ടാമത് ലെവല്, സെക്കൻഡ് ലെവല്. പിന്നെ ഇതിങ്ങനെ പിരിയും. ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, Cക്ക് 2, Dക്ക് 2, ഇവിടെ 2, ഇവിടെ 2, അങ്ങനെ പിരിയും. അപ്പോൾ ഇത് 2, 4, 6, 8. എട്ടാമത്തെ ആൾ വന്ന് എൻ്റെ മൂന്നാമത്തെ ലെവല്, തേർഡ് ലെവൽ. അങ്ങനെ ഇതുപോലെ 2, 2, 2, 2 2 മാട്രിക്സിൽ 6 ലെവലിൽ മൊത്തം മെമ്പേഴ്സ് 64 മെമ്പേഴ്സ് നമ്മുടെ ടീമിൽ വന്നിട്ട് സ്പിൽ ഓവർ ഇൻകത്തിന് അർഹരായവർ സ്പിൽ ഓവർ ട്രീ എന്നും പറഞ്ഞ് അത് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് അത് എവിടെ വയ്ക്കണോ അവിടെ വെച്ചോളൂ. ഇപ്പോൾ എൻ്റെ ചേട്ടന, അനിയന, ചേട്ടത്തിയ, പിന്നെ അവരെ ഞാൻ എൻ്റെ സ്പിൽ ഓവർ ട്രീയിൽ എനിക്ക് താഴെ അവരെ പിന്നെ ഫിക്സ് ചെയ്യാമെന്നൊന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല. ഇത് ഫുൾ ആൻഡ് ഫുള്ള് സിസ്റ്റമാണ്. അത് എവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യണമെന്ന് സിസ്റ്റമാണ് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് ആ വരുമാനം ആർക്ക് പോകണമോ അവർക്ക് കറക്റ്റ് രണ്ടാമത്തെ ലെവലാണെങ്കിൽ ഇത്ര, ഇല്ല നാലാമത്തെ ലെവലാണെങ്കിൽ ഇത്ര, ആറാമത്തെ ലെവലാണെങ്കിൽ ഇത്ര, ആ എമൗണ്ട് ആ ഡോളർ അവരുടെ അക്കൗണ്ടിലേക്ക് സിസ്റ്റമാണ് മാറ്റിവിടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ലെവലിൽ 2 മെമ്പേഴ്സ് നമുക്ക് വരും. ഒരാളിൽ നിന്ന് നമുക്ക് $2.6 നമുക്ക് വരും. അപ്പോൾ 2 പേരിൽ നിന്ന് $5.2 നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ആകും. ഫസ്റ്റ് ലെവൽ 2 പേരിൽ നിന്ന്. രണ്ടാമത്തെ ലെവല് അവർ 2 പേരും $15. തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പം 4 മെമ്പേഴ്സ് സെക്കൻഡ് ലെവലിൽ 4 മെമ്പേഴ്സ് വരും. $15 അപ്ഗ്രേഡ് ചെയ്യുന്നു. ഒരാളുടെ നിന്ന് നമുക്ക് 4.15 വെച്ച് 4 $16.6 നമ്മുടെ അക്കൗണ്ടിൽ വരും. ഇതിൽ ആട്ടോ ഫിൽ എമൗണ്ടും ആട്ടോ ഫിൽ ID ഇത് 3 ലെവലിന് ഇത് 3 ഇല്ല. ഇത് പുറത്ത് പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ $50 പർച്ചേസ് ചെയ്യുമ്പോൾ 16 പേര് നമ്മുടെ ടീം ഫില്ലാകെ 16 പേരുടെ നിന്ന് നമുക്ക് $240 വരും. അതുപോലെ പീപ്പിൾ ട്രീ പർച്ചേസ് ചെയ്യുമ്പോൾ 32 പേര് നിന്ന് നമുക്ക് 960. ഓലിവ് ട്രീ $200 പാക്കേജ് എടുക്കുമ്പം പിന്നെ ഒരാളുടെ നിന്ന് $60 നമുക്ക് വരുന്നത്. ഇപ്പം ഈ 64 നമ്മുടെ ആറാമത്തെ ലെവലിൽ നമ്മൾ 64 മെമ്പേഴ്സിൽ നിന്ന് വരില്ല, ശരി കുറച്ചായത് 32 കഴിഞ്ഞ് 33, 34 പോവുകയാണെങ്കിൽ 60 × ഒരു 5 പേര് വന്നാലും 60 × 5 അതെങ്കിലും നമുക്ക് വരും തീർച്ചയായിട്ടും. ഇത് ഒരു നഷ്ടക്കച്ചവടം അല്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ 64 മെമ്പേഴ്സിൻ്റെ നിന്ന് നമുക്ക് $60 വെച്ച് $3840 നമ്മുടെ അക്കൗണ്ടിൽ വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പിൽ ഓവർ ഇൻകത്തിൽ മൊത്തം വരുമാനം ഒരു $5119.8. ഇത് ഇൻറ്റു 90 അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 4 ലക്ഷത്തിൻ്റെ അടുത്ത് വരും വരുമാനം. ഇതിപ്പോൾ ഉടനെ വരണമെന്നില്ല, നമ്മുടെ ടീം വലുതാകണം. നമ്മുടെ ടീം വലുതാകെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ജോലികൾ എല്ലാം നടന്ന് ക്ലിയറായിട്ട് സിസ്റ്റം നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാനുണ്ടായാലും ശരി, നിങ്ങളുണ്ടായാലും ശരി, ഞാനില്ലെങ്കിലും ശരി, നിങ്ങളില്ലെങ്കിലും ശരി. ഓക്കെ, അപ്പുറം ഇത് അപ്പുറമല്ല, 3 ലെവലിന് ആട്ടോ ഫിൽ എമൗണ്ടും ഇല്ല, ആട്ടോ ഫിൽ ID ഇല്ല. ഇതിൽ 4ാമത്തെ ലെവലിലുള്ള നമുക്ക് തരുന്ന ഇതിൽ ആട്ടോ ഫിൽ എന്ന് വെച്ചാൽ ആട്ടോ ഫിൽ ഇൻകം എന്ന് പറഞ്ഞ് നമുക്കിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാം, ഇപ്പോഴല്ല അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആട്ടോ ഫില്ല് $32 നമുക്ക് ആട്ടോ ഫിൽ എമൗണ്ട് ആയിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ആകും. $32 ആഡ് ആകുന്നത് മാത്രമല്ല, 32 ÷ 2 16 ID പാം ട്രീയിൽ 16 ID. അപ്പോൾ $10 16 ID എക്സ്ട്രാ നമുക്ക് നമ്മുടെ ഇതിൽ ആഡ് ആകും. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു 16 ID കൂടെ കൊണ്ടുവന്ന് തരും. ഓക്കെ, ഇതെന്തുപോലും ഒരു ലാഭക്കച്ചവടമില്ലേ. നമ്മളെ ഫസ്റ്റ് എടുത്ത ഒരു വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ നമുക്ക് ഓരോ സമയത്തും അതിൻ്റേതായ രീതിയിൽ റീഗ്രോത്ത് 16 ID പുതിയതായിട്ട് പുനർജീവിപ്പിച്ച് തരുക നമുക്ക്.
അടുത്ത പീപ്പിൾ ട്രീയിൽ നമുക്ക് വരുന്നത് $128 ഓട്ടോ ഫിൽ എമൗണ്ട് വരും. അതിൻ്റെ കൂടെ 64 ID. ഓക്കെ, 64 പാം ട്രീ ID നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഒലിവ് ട്രീയിൽ 64 മെമ്പേഴ്സിന് $3840, $3840 നമുക്ക് കിട്ടുന്നത് ഇൻകം കിട്ടുന്നത് കൂടാതെ എക്സ്ട്രാ $512 നമുക്ക് ഓട്ടോ ഫിൽ എമൗണ്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. പ്ലസ് 286 പാം ട്രീ ID $10, 900 രൂപയുടെ 256 IDയും കൂടെ നമുക്ക് എക്സ്ട്രാ നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ആകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പിൽ ഓവർ ഇൻകം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ അപ്ലൈനേഴ്സ് വർക്ക് ചെയ്താൽ വരുന്ന ഇൻകമാണ് നമ്മുടെ സ്പിൽ ഓവർ ഇൻകം. അപ്പോൾ സ്പിൽ ഓവർ ഇൻകം നമുക്ക് നമ്മുടെ സ്പിൽ ഓവർ ഇൻകം വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ മൊത്തം പാക്കേജ് എടുത്തിരിക്കണം. ഇത് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് എടുക്കാതാണ് ഇത് $10 ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് വെച്ചോ, അപ്പോൾ എനിക്ക് മേലെ ആരാണ് ഇതിന് എലിജിബിൾ എന്ന് വെച്ചാൽ അങ്ങോട്ട് ഈ ഇൻകം ജമ്പായി പോകും. അത്രയേ ഉള്ളൂ കഥ. ഓക്കെ, അപ്പോൾ സ്പിൽ ഓവർ ഇൻകത്തെ പറ്റി വിശദമായിട്ട് പറഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഇൻകവുമായിട്ട് അടുത്ത ഇൻകം സ്പിൽ ഓവർ കഴിഞ്ഞിട്ട് മിറാക്കിൾ ഇൻകത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.